ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലൈസർ ഉണ്ടായിട്ടും നമ്മുടെ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആവുന്നതും അത് മാറേണ്ടി വരുന്ന സാഹചര്യമൊക്കെ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാം, അതുപോലെ അതിന് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊരു ഡൈനാവോയുടെ 48 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി ആണ്. നമ്മളിത് അഴിച്ചു നോക്കുന്ന സമയം ഓൺ ആവാത്ത കംപ്ലൈൻ്റ് ആണ്. നമ്മൾ വോൾട്ടേജും ചെക്ക് ചെയ്യാതെ തന്നെ വെറുതെ ബോർഡ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അതിനകത്ത് ബേണായിട്ട് കണ്ടു. അത് കമ്പോണൻസ് ഒക്കെ ബേണായി പോയിട്ട് കണ്ടു. അതായത് പ്രൈമറി സെക്ഷനിലല്ല, അതായത് പവർ സപ്ലൈ സെക്ഷനിലല്ല. അതായത് ഡെഡായി പോകുമ്പോൾ സാധാരണ പവർ സപ്ലൈ സെക്ഷനിൽ കത്തിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ഇടിവെട്ടൊക്കെ ആകുമ്പോൾ വരാണ്ട് ഇവിടെ കംപ്ലൈൻറ്റ് കണ്ടിരിക്കുന്നത് നമ്മുടെ HDMI പോർട്ടിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം റെസിസ്റ്ററും അതുപോലെ കപ്പാസിറ്റേഴ്സൊക്കെ ബേണായി പോയിട്ടുണ്ട്. അത് HDMI വഴി ഓവർ വോൾട്ടേജ് വന്നിട്ടോ അല്ലെങ്കിൽ ലൈറ്റിങ് കാരണം കൊണ്ടാണ് അങ്ങനെ വരാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, നമ്മൾ സ്റ്റെബിലൈസർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എങ്ങനെ ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. സ്റ്റെബിലൈസർ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ടി വി, അതായത് മെയിൻ പ്ലഗിൽ കൂടെ വരുന്ന ആ കറണ്ടിനെയോ അല്ലെങ്കിൽ അത് വോൾട്ടേജ് വേരിയേഷൻ വരുന്നതിനെ മാത്രമേ അത് കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വരുന്ന ഇൻപുട്ടിൽ കൂടെ വരുന്ന ഒരു കറണ്ടിനെയും സ്റ്റെബിലൈസർ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെ അത് വരുന്നു, എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ലോസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, അവർക്ക് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കും. ഇത്തരത്തിൽ HDMI വഴിയോ അല്ലെങ്കിൽ AV വഴി ഇൻപുട്ട് വഴിയോ ഇടിവെട്ടോ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജോ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു 99% പോലും നമുക്ക് ആ ബോർഡ് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഇൻപുട്ടുകളെല്ലാം പോകുന്നത് ഡയറക്റ്റ് മെയിൻ IC-ലോട്ടാണ്. അതായത് ഇൻപുട്ടിൽ എന്ത് സ്ട്രൈക്ക് വന്നാലും അത് നേരെ മെയിൻ IC തന്നെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ടി വി ഓൺ ആവാതെ വരികയോ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ചില കേസുകളിൽ ടി വി ഓൺ ആവും, പക്ഷേ HDMI അതുപോലെ AV ഇൻപുട്ടൊന്നും നമുക്ക് കിട്ടാറില്ല. അതായത് ഇൻപുട്ട് നമുക്ക് കൊടുത്ത് ടി വി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ബാക്കി ചില ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി ആ ബോർഡ് ഡെഡാണ്. അതായത് പ്രൈമറി സെക്ഷനിൽ ഒരു കമ്പോണൻ്റ് പോലും ഡാമേജ് ആയിട്ടില്ല. സെക്കൻഡറിയിൽ HDMI പോർഷനിലാണ് ഇടിവെട്ട്, അതായത് ലൈറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അത് റിപ്പയർ ആവാത്തതുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്ലൂ കളർ ബോർഡാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ബോർഡ് അതിനകത്ത് ആൾറെഡി ഉള്ള കമ്പനി കൊടുക്കുന്ന ബോർഡാണ്. അത് കുറച്ച് ഓൾഡ് വേർഷൻ ആയതുകൊണ്ട് നമ്മൾ പുതിയ ആൻഡ്രോയിഡാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് സൈഡ് കവേഴ്സൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇടിവെട്ട് വരുമ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ബോർഡുകൾ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഇതിപ്പോൾ ഈ ബോർഡുകൾക്ക് പറയുന്നത് കോംബോ ബോർഡുകളാണ്. അതായത് പവർ സപ്ലൈയും അതുപോലെ മദർ ബോർഡുകളും ഒരുമിച്ച് വരുന്നതിനാണ് കോംബോ ബോർഡ് എന്ന് പറയുക. അല്ലാത്ത സെപ്പറേറ്റ് വരുന്ന ബോർഡുകൾ നമ്മൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. സാംസങ് അതുപോലെ പാനസോണിക്കിലൊക്കെ സെപ്പറേറ്റ് ബോർഡുകൾ, അതായത് പവർ കൊടുക്കുന്നതിന് പവർ സപ്ലൈ വേറെയും മദർ ബോർഡ് സെപ്പറേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ്, അതായത് അത്തരത്തിലുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബോർഡുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ മദർ ബോർഡ് മാത്രം മാറി നമുക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് മദർ ബോർഡ് സെക്ഷൻ ആയിട്ടുള്ള കംപ്ലൈൻറ്റുള്ള ബോർഡാണെങ്കിൽ അത് മാത്രം മാറിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള കോംബോ ബോർഡ് ആവുന്നതുകൊണ്ട് സെക്കൻഡറിയിൽ കംപ്ലയിൻറ്റ്, അതായത് മദർ ബോർഡ് സെക്ഷനിൽ കംപ്ലയിൻ്റ് ആയ ആ എൻ്റയർ ആ PCB മൊത്തമായിട്ട് മാറേണ്ടി വരികയാണ്. സോ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത്തരത്തിൽ ഫുൾ HD അല്ലെങ്കിൽ 4K ആയിട്ടുള്ള ബോർഡുകൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ പവർ സപ്ലൈ സെക്ഷനിലാണെങ്കിൽ മാത്രമേ നമുക്കൊരു പരിധി വരെ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ സെക്കൻഡറി അതുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ബോർഡ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ബോർഡൊക്കെ റീപ്ലേസ് ചെയ്ത് എല്ലാം കണക്ട് ചെയ്ത്, അത് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവിടെ അതിൻ്റെ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. LED സപ്ലൈയും അതുപോലെ സ്പീക്കർ കണക്ഷനൊക്കെ കൊടുത്ത് നമ്മളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ബോർഡിൻ്റെ റിമോട്ട് വന്ന് റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് അതുപോലെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിൻ്റെ ഒക്കെ ബട്ടൺസ് അതിനകത്തുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് വരുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ആ കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു കോംബോ PCB ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കംപ്ലയിൻ്റ് ആയിരിക്കണത്. അപ്പോൾ നമ്മൾ ഇവിടെ AV ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇൻപുട്ട് AV ആയിട്ടും കൊടുക്കുക, HDMI ആയിട്ടും കൊടുക്കുക. ഇവിടെ കംപ്ലയിൻ്റ് ആയിരിക്കണേ HDMI വഴി വന്നിട്ടാണ് കംപ്ലയിൻ്റ് ആയിരിക്കണേ. അപ്പോൾ നമ്മൾ വിചാരിക്കണേ സ്റ്റെബിലൈസർ ഉണ്ടായിട്ടും എങ്ങനെ അത് പോയിന്ന്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ബോർഡിനകത്തോട്ട് നമ്മൾ പവർ കൊടുക്കുന്നത് ഇട സൈഡിലായിട്ടാണ് പ്ലഗ് ഇത് വരുന്നത്, AC കോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇടിവെട്ടുന്ന സമയത്ത് പ്ലഗ് മാത്രമാണ് ഊരുന്നതെങ്കിൽ അവിടെ പ്രൊട്ടക്റ്റ് ആവുന്നത് ആ പവർ സപ്ലൈ സെക്ഷൻ മാത്രമാണ്. അതായത് ആ ബോർഡിൻ്റെ പവർ കൊടുക്കുന്ന സെക്ഷനാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അത് ഒരുമിച്ചാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ വരുന്നത്. അപ്പോൾ അത് മാത്രമാണ് പ്ലഗ് ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെബിലൈസറിലൂടെ പ്രൊട്ടക്റ്റ് ആവുന്നത്. പക്ഷേ ഇവിടെ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം സെറ്റപ്പ് ബോക്സ് വഴിയാണ് കൂടുതലും ഇങ്ങനെ സ്ട്രൈക്കുകൾ വരുന്നത്. അത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ HDMI അതുപോലെ AVയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കറക്റ്റായി നോക്കിയാൽ മതി. ട്രാക്കിലെല്ലാം പോകുന്നത് മെയിൻ IC-ലോട്ടാണ്. അതായത് ആ ഹീറ്റ് സിങ്ക് വെച്ചിട്ടുള്ളതിൻ്റെ താഴെയാണ് മെയിൻ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ കണക്ഷൻ പോകുന്ന എല്ലാം HDMI ആണെങ്കിലും AV ആണെങ്കിലും അതിൻ്റെ ഇൻപുട്ട് എല്ലാം പോകുന്നത് ഡയറക്റ്റ് മെയിൻ IC-ലോട്ടാണ്. അപ്പോൾ സെറ്റപ്പ് ബോക്സിനകത്ത് എന്ത് സ്ട്രൈക്കോ അല്ലെങ്കിൽ ലൈറ്റിംഗ് വന്നാലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അതിൻ്റെ പ്രോസസ്സിനെ ബാധിക്കും. അപ്പോൾ അത്തരത്തിൽ ബാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലയിൻറ്റുകൾ മദർ ബോർഡ് സെക്ഷനിൽ വരുന്ന ബോർഡ് നമുക്ക് മാറേണ്ടി വരുന്നത്.
ഇത്തരത്തിൽ പവർ സപ്ലൈ ഒരുമിച്ച് വരുന്ന ബോർഡുകളിൽ മൊത്തം ആ എൻ്റയർ PCBനെ നമുക്ക് മാറേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെറ്റപ്പ് ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്തിടുക എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കാണാം ഈ ബോർഡിനകത്ത് HDMI വഴി വന്നിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ PCBകളിലും HDMI അല്ലെങ്കിൽ AV ത്രൂ ആണ് കംപ്ലയിൻറ്റ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ PCB കോംബോ PCB മാറാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. സാധാരണ സെപ്പറേറ്റ് മദർ ബോർഡ് വരുന്ന PCB ഒക്കെ കുറച്ച് ലൈറ്റ് കൂടുതലാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു മദർ ബോർഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് പവർ സപ്ലൈ അല്ല, സെപ്പറേറ്റ് മദർ ബോർഡ് മാത്രമാണ്. ഇവിടെയും നമ്മൾ HDMI വഴി ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് സെറ്റപ്പ് ബോക്സ് ത്രൂ ലൈറ്റിംഗ് വന്നാലും മദർ ബോർഡ് കംപ്ലയിൻ്റ് ആവും. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ മൊത്തം PCB മാറേണ്ടി വരുന്നില്ല. ആ മെയിൻ ബോർഡും ഈ ബോർഡ് മാത്രം മാറിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നേരെ മറിച്ച് മുമ്പ് കാണിച്ചിരുന്ന ആ കോംബോ PCB ആണെങ്കിൽ മൊത്തം എൻ്റയർ PCBനെ മാറും. അത് വലിയൊരു കോസ്റ്റിലോട്ട് പോകും. പക്ഷേ ഇവിടെ നമുക്ക് മദർ ബോർഡ് മാത്രം മാറിയാൽ മതി. അത് ഓരോ മോഡലിനനുസരിച്ചും കോസ്റ്റ് വ്യത്യാസമുണ്ട്. അത് നമ്മളൊരു ഏകദേശം റേറ്റ് പറയുന്നേ ഉള്ളൂ. കുറച്ച് കൂടുതലായിരിക്കും ഒന്ന് കോംബോ PCBക്ക് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് ഇത് മറ്റൊരു PCB ആണ്. ഇതിനകത്തും ഡയറക്റ്റ് എല്ലാ ബോർഡുകളിലും ഇത്തരത്തിൽ HDMI അതുപോലെ AV എല്ലാം പ്രോസസ് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാമറാണ്. അപ്പോൾ എന്തൊരു സ്ട്രൈക്ക് കിട്ടിയാലും പെട്ടെന്ന് തന്നെ അത് മദർ ബോർഡിൻ്റെ മെയിൻ പ്രോസസ്സിലോട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ മൊത്തം PCB തന്നെ മാറേണ്ട അവസ്ഥ വരികയാണ്. ഇനി നമുക്ക് അതിന് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് നോക്കാം. ഒരു ഓപ്ഷനിൽ നമുക്ക് ജിയോയുടെ സെറ്റപ്പ് ബോക്സ് ഉപയോഗിക്കാം. ജിയോയുടെ ഗുണം എന്താ വെച്ചാൽ അത് വയർലെസ് ത്രൂ ആണ് സെറ്റപ്പ് ബോക്സുമായിട്ട് കണക്ഷൻ വരുന്നത്. നമുക്ക് അതിനകത്തോട്ട് വേറെ എക്സ്ട്രാ കേബിളുകളൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 12 വോൾട്ട് അഡാപ്റ്റർ മാത്രം കൊടുത്തുകൊണ്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കി കണക്ഷനെല്ലാം വയർലെസ് ത്രൂ ആണ്. അതുകൊണ്ട് ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. വരുന്നത് നമുക്ക് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും അങ്ങനെ സെറ്റപ്പ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഇത്തരത്തിലുള്ള ലൈറ്റിംഗിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തോട്ട് ആകെ വരുന്ന 5 വോൾട്ട് അഡാപ്റ്ററാണ്. പിന്നെ നമുക്ക് പറ്റുന്നതാണ് MIയുടെ സ്മാർട്ട് ബോക്സുകൾ വെച്ചിട്ട് TV സ്മാർട്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഈ 2 കാരണം കൊണ്ട് നമുക്ക് സെറ്റപ്പ് ബോക്സ് ഒഴിവാക്കാം. ഇത്തരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് കുറച്ച് ഡിഫിക്കൽട്ട്, കുറച്ച് റിസ്ക് ഉള്ളതാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ ഈ വീഡിയോത്തിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ സെറ്റപ്പ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും അതിനകത്തോട്ട് നമ്മൾ പുറത്തുനിന്നുള്ള കണക്ഷൻ, അതായത് കേബിളിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ത്രെഡ് ടൈപ്പാണ്. അതായത് തിരിച്ചിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആ ഒരു കേബിൾ ഡിസ്കണക്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ TV HDMI ത്രൂ കണക്ട് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസ്കണക്റ്റ് ആവുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ HDMI റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ AV റിമൂവ് ചെയ്യുക. പക്ഷേ ഇവിടെ രണ്ടും നമുക്ക് എപ്പോഴും പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്തരത്തെ ത്രെഡ് ടൈപ്പ് ആയതുകൊണ്ട് അതിൽ റിമൂവ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറാണ്. അത് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. എപ്പോഴും അങ്ങനെ ഊരിയിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വീട് പണിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സോക്കറ്റുകളായിട്ട് ആ കോഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കൈകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ പുതിയ വീട് പണിയുന്നവർ ഇപ്പോൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പ്ലഗ് പോയിൻ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടി നമുക്കതിങ്ങനെ മെയിലും ഫീമെയിലായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഇത് ഇലക്ട്രീഷ്യന്മാരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തെന്ന് വിചാരിച്ചൊരു നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുണ്ടോ, നിങ്ങൾക്ക് മടിയായത് കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് വളരെയധികം ഡേഞ്ചറാണ്. നമുക്കറിയുന്ന അത്ര പോലും നോളജ് അവർക്കില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ആരാണെങ്കിലും വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഇടിയോ അതിൽ മിന്നലുള്ള സമയത്ത് ഊരിടാതെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഊരിടാൻ ശ്രമിക്കുക. ബോർഡിൻ്റെ തന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടും കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചല്ല, ലൈറ്റിംഗ് കൊണ്ട് വരുന്ന കംപ്ലയിൻറ്റുകളാണ്. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.